ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ സ്കൂൾ ഓപ്പൺ ആയില്ലേ. അപ്പോൾ ഇവന്മാർക്കാണെങ്കിൽ മക്കൾക്ക് ഇന്നാണ് കേട്ടോ സ്കൂൾ ഓപ്പൺ ആയത്, ബുധനാഴ്ചയാണ്. അപ്പോൾ അവർ രാവിലെ സ്കൂളിൽ പോകാനുള്ള തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഇന്ന് വലിയ പഠിത്തവും കാര്യങ്ങളൊന്നും കാണില്ല. ഇന്ന് ക്ലാസ് ഇല്ല, പക്ഷെ അല്ലാണ്ട് നമ്മുടെ പ്രവേശനോത്സവമാണ് കേട്ടോ. കുട്ടികളെ എല്ലാം ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ പേരൻസും കൂടെ പോകണം. അപ്പോൾ ഞാനും കൂടെ അവരുടെ കൂടെ ചെന്നിട്ട് അവരുടെ കൂടെ ഇരിക്കണം. അപ്പോൾ പുതിയ സ്കൂളായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 9:30 മണിക്കാണ്, 9:30 എന്ന് വെച്ചാലും 10 മണിയോളം ആവും നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് ലഞ്ചും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ട. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഡെയിലി കഴിക്കാനുള്ള തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിച്ചു. അത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ കഴിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഓയിൽ അത് ഞാൻ എന്നും രാവിലെ തന്നെ തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിച്ചില്ല എന്നുണ്ടെങ്കിലും രാവിലെ ഞാൻ എണ്ണ തേക്കാറുണ്ട്. അപ്പോൾ അത്രത്തോളം നമ്മുടെ മുഖത്തൊക്കെ അബ്സോർവ് ചെയ്യും. നമ്മൾ എത്ര നേരം എടുക്കുന്നു അത്രത്തോളം നമ്മുടെ സ്കിന്നിൽ അത് അബ്സോർവ് ആവും. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ഞാനത് തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കും ഞാനങ്ങനെ തേച്ചെടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പോയി ബ്രഷിങ് ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സെറ്റായിട്ട് വേണം മക്കളെ വിളിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ അവർ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ 2 മാസം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവരുടെ ചിട്ടകളൊക്കെ ആകെ തെറ്റിപ്പോയി. കാരണം എന്ന് വെച്ചാൽ അവർ ഫുൾ ടൈം കളികളും അതുപോലെ തന്നെ TV കാണലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ വൈകി ഉറങ്ങുകയും രാവിലെ വൈകി എഴുന്നേൽക്കുകയും അങ്ങനൊരു ശീലമായിപ്പോയി കേട്ടോ. അപ്പം നമ്മൾ ബാക്ക് ടു സ്കൂളാകുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന ടൈം ആകുമ്പോൾ ഇതെല്ലാം വീണ്ടും തിരികെ പഴയതുപോലെ തന്നെ ആവും. കുട്ടികൾ ആ ഒരു രാവിലെ തന്നെ എഴുന്നേൽക്കാനും പിന്നെ പഠിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു ചിട്ട വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു 7 മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റ് കേട്ടോ. അമ്മ അതിന് മുന്നേ എഴുന്നേറ്റായിരുന്നു. അതിന് മുന്നേ എഴുന്നേറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള കറികൾക്കുള്ള കാര്യങ്ങളും അമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ രാവിലെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ മക്കളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ലച്ചുവിനെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ലച്ചു ഇവിടെ ആയിരിക്കും, അമ്മയുടെ അടുത്തായിരിക്കും. അപ്പോൾ ലച്ചു ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പോയിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ മക്കളുടെ ഷർട്ട് രണ്ടും ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷർട്ട് രണ്ടും അയൺ ചെയ്തപ്പോൾ 4 ഷർട്ട് എടുത്തിട്ടുണ്ട്. അതിലേത് വേണമെന്നൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അയൺ ചെയ്ത് നീറ്റാക്കി വെച്ചതിന് ശേഷം അവരെ വിളിക്കാമെന്ന് വെച്ചു. കാരണം അവരിപ്പോഴെങ്ങും എഴുന്നേൽക്കാനുള്ള ചാൻസ് ഇല്ല. നമ്മൾ അല്ലാണ്ട് വെക്കേഷൻ വന്ന സമയത്തൊക്കെ ഇവർ എഴുന്നേൽക്കുന്നത് ഒരു 10 മണിയോളം കഴിയും. എന്നിട്ടാണ് അവർ എഴുന്നേൽക്കുക കേട്ടോ. പിന്നെ അപ്പോൾ ലച്ചു നല്ല ഉറക്കമാണ് കേട്ടോ. ലച്ചു എഴുന്നേറ്റിട്ടില്ല, അവളും നല്ല ഉറക്കമാണ്. അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പണികളൊന്നും നടക്കില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇത് മൂത്ത ആളുടെ ഷർട്ടാണ്, അത് കഴിഞ്ഞിട്ട് ഇളയാളുടെ ഷർട്ട് അയൺ ചെയ്ത് വെക്കണം. പിന്നെ യൂണിഫോം ഒന്നും നമുക്ക് ഇപ്പോഴേ കിട്ടിയിട്ടില്ല. യൂണിഫോം കിട്ടാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. കാരണം അവിടെ നിന്ന് തന്നെ സ്കൂളിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ നമുക്ക് കളർ ഡ്രസ്സാണ് ഇടേണ്ടത്. പിന്നെ അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം അത് 2 ഷർട്ടും ഞാൻ എടുത്തുകൊണ്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും നല്ല ഉറക്കമാണ് കേട്ടോ. ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ രണ്ടുപേരെയും വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പിന്നെ ഞാൻ അവർക്കും ഇതുപോലെ അവരുടെ മുഖത്ത് ഇതുപോലെ നമ്മുടെ ഓയിൽ തേച്ച് കൊടുത്തു. അപ്പോൾ ഉറക്കമാണ്, ഭയങ്കര ഉറക്കമാണ് കേട്ടോ. രാത്രിയിൽ കിടക്കാൻ നേരത്തെ ഷർട്ടൊക്കെ ഊരി കളഞ്ഞതാണ്. ഉറക്കത്തിൻ്റെ ആ ഒരു ഇതുവരെ വിട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇരുന്നുകൊണ്ടൊക്കെ ഉറങ്ങുന്ന ആ ഒരവസ്ഥയില്ലേ, അതാണ് കേട്ടോ. കോട്ടുവായും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുളിച്ച് കഴിഞ്ഞെങ്കിലേ ഇത് മാറുള്ളൂ. അപ്പോൾ 2 പേരും അതേ സ്ഥിതിയാണ് കേട്ടോ. പിന്നെ അമ്മ ആ സമയത്താണെങ്കിൽ നമുക്ക് വാഴക്കൂമ്പ് അത് ഞാനന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അത് അരിയുന്നുണ്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്, ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ അനിയത്തിയും മോനും അങ്ങ് പോയി. പിന്നെ അവർ പോയതിൻ്റെ ആ ഒരു ഇതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ അവരവിടെ നിന്നിട്ട്
അവർ പെട്ടെന്ന് ഇങ്ങനെ പോയപ്പോൾ ഭയങ്കര ഒരു സങ്കടം, ഇന്നലെ ഫുള്ള് എന്താ പറയുക ഒരു വിഷമമായിരുന്നു കേട്ടോ. അപ്പം ഇത്രയും നാൾ നമ്മൾ കൂടെ നിന്നിട്ട് പോകുമ്പം അവരുടെ ആ ഒരു പ്രസൻസ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെ ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ മക്കൾക്കും ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വന്നപ്പോഴും നമുക്ക് അവിടുത്തെ ആ ഒരു എന്താ പറയുക, നമ്മൾ അങ്ങനെയല്ലേ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എന്താ അവർ ഇന്നലെയാണ് കേട്ടോ പോയത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മക്കളെ രണ്ടുപേരെയും കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും എടുത്ത് വെച്ചിട്ട്, അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു ഏത്തപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഞാനങ്ങനെ രാവിലെ ഒരു പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവന്മാർക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരെണ്ണം കൊടുക്കാമെന്ന് വെച്ചു. ഒന്നൊന്നും കഴിക്കില്ല, പകുതി കൊടുക്കാമെന്ന്, പക്ഷേ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ഞാൻ അവർക്ക് അപ്പവും മുട്ടക്കറിയും എടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ എൻ്റെയും മക്കളുടെയും ഡ്രസ്സ് ഉണ്ടായിരുന്നു അലക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴയുടെ ആ ഒരു ഇതുള്ളത് കൊണ്ട് മഴയായിരുന്നു, രാവിലെ ഫുള്ള് മഴയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തുണിയൊക്കെ അലക്കി കല്ലുമേൽ വെച്ചിരുന്നു കേട്ടോ. പിന്നെ അമ്മയാണത് വിരിച്ചിട്ടതൊക്കെ. അപ്പോഴത്തേക്ക് നമുക്ക് സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നേ. ഒരു സമയം എന്ന് വെച്ചാൽ ഒരു 8:30-8:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വന്ന് എല്ലാം പിന്നെ ബാക്കിയെല്ലാം പെട്ടെന്ന് സ്പീഡിലായിരുന്നു കേട്ടോ. അന്നേരം പിന്നെ അവരെ റെഡിയാക്കി അവർക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു, ജീൻസൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ അവർ തന്നെത്താനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ നമ്മൾ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തെങ്കിൽ മാത്രമേ അവരിങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള അവസ്ഥയായി. അത് മാറ്റിയെടുക്കണേ. മൂത്തവൻ അപ്പം 3rd സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ അവർക്കൊക്കെ തന്നെത്താനെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അവരെ കൂടെ തന്നെ ചെയ്യിക്കണം, കാരണം കുട്ടികൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു ഇതായിരിക്കണം. അങ്ങനെ പിന്നെ ലച്ചു അന്നേരത്തേക്ക് എഴുന്നേറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചു എന്തോ പറ്റിയോ എന്തോ ഒരു സൈലൻറ്റ് മോഡിലായിരുന്നു. പിന്നെ അവൾക്ക് മനസ്സിലായി എവിടെയോ പോവാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറുമ്പോഴേ അവൾക്ക് മനസ്സിലാവും. പിന്നെ പെട്ടെന്ന് അവളുടെ ഷൂസൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇട്ടേക്കുമായിരുന്നു. ഇട്ടില്ല, അവളുടെ ചേട്ടനാണ് ഇട്ട് കൊടുത്തത്. അവൾ എവിടെ പോകുന്നെങ്കിലും അവൾ കൂടെ വരാൻ വേണ്ടിയിട്ട് അവളുടെ ഷൂസ് എടുത്ത് ആദ്യമേ അങ്ങ് ഇടും. അപ്പോൾ പിന്നെ അവളെ കൊണ്ടുപോയേ പറ്റൂ. പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ, പാവം. അങ്ങനെ പിന്നെ അമ്മ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഇളയാൾക്ക് ഞാൻ ഈ ഒരു റെഡ് ഷർട്ടും വേറൊരു റെഡ് ഷർട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം ഇട്ടത് ഒരിത്തിരി വലുതുപോലെ തോന്നി. പിന്നെ അത് മാറ്റിയിട്ട് ഞാനാണെങ്കിൽ വേറൊരെണ്ണം ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലച്ചുവിന് ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ മൂത്ത ആൾ പോയേക്കുന്നത്. അപ്പോൾ അവൾ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ ഇട്ടേക്കുന്നത് ഇളയ മോൻ്റെ ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് വലിയ ടീഷർട്ട് ഇട്ട് കൊടുക്കാറുണ്ട്, കാരണം തണുപ്പൊന്നും ആവണ്ടെന്ന് വെച്ചിട്ട്. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ എനിക്ക് കാണാനും ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഇച്ചിരി കൂടെ കുറച്ച് ലൂസായിട്ടുള്ള ടീഷർട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ആൺകുട്ടികളല്ലേ, ഒരുപാട് ഒരുക്കവും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അവർക്ക് മുഖമൊക്കെ ഒന്ന് ഇതാക്കിയാൽ മതി, മുടി ഒന്ന് ചീപ്പണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ പെൺകുട്ടികളുടെ കണക്ക് ഒരുപാട് മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരുക്കുന്ന കാര്യമൊക്കെ എളുപ്പമാണ്. പിന്നെ അവരെ ഒരുക്കിയിട്ട് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ അതുപോലെ 2 അപ്പവും മുട്ടക്കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ പെട്ടെന്ന് അങ്ങ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ പോയിട്ടിന് എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാനെടുത്ത് അവിടെ വെച്ചേക്കായിരുന്നു, കഴിച്ചിട്ടൊക്കെ ഇടാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് ലിപ്സ്റ്റിക്ക് ഇടുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട്. അത് ലിപ്സ്റ്റിക്ക് ഇടുന്നതിൻ്റെ ആ ഒരു കണ്ണിൻ്റെ ആക്ഷനൊക്കെ കണ്ടോ. അപ്പോൾ അവളുടെ അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നത് ലിപ്സ്റ്റിക്ക് കൊണ്ടുവരാനാട്ടോ പറയുന്നത്. പറയാറായില്ലെങ്കിൽ പോലും ചുണ്ടിൽ ഇങ്ങനെ തേച്ച് കാണിക്കുവേ. പിന്നെ അവൾക്ക് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കേട്ടോ. കാരണം അമ്മ കൊടുത്താലൊന്നും കഴിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അവൾക്കും കൂടെ കൊടുത്തിട്ട് പിന്നെ മക്കളെയും കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സമയം ഏകദേശം 9:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നടന്നാണ്, തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ കേട്ടോ. ഒരു 5 മിനിറ്റ് നടക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ബസ്സുണ്ട്, പക്ഷെ നമ്മൾ ബസ് പറഞ്ഞിട്ടില്ല, കാരണം നമുക്ക് കൊണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. രാവിലെയും വൈകുന്നേരം കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളിൽ. അപ്പം ഒരുപാട് പേരൻസും സ്റ്റുഡൻസും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.